എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നത് ചെറിയൊരു കാര്യം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പലപ്പോഴും ഈശ്വരനെ കാണാറ്, ഈശ്വരനെ അന്വേഷിക്കാറ് വലിയ പൂജകളിലും മറ്റുമൊക്കെയാണ്. എന്നാൽ സത്യത്തിൽ ഈശ്വരൻ എവിടെയാണ് വസിക്കുന്നത് എന്ന് പറയുന്ന മനോഹരമായ ഒരു കഥയാണ്. അപ്പോൾ നമുക്ക് ആ കഥയിലേക്ക് കടക്കാം. ഒരിക്കൽ കൈലാസത്തിൻ്റെ മടിത്തട്ടിൽ അലഞ്ഞു നടന്ന ഒരു ചെറിയ പക്ഷി. അതിനെ വല്ലാതെ വിശക്കുന്നുണ്ടായിരുന്നു. പറന്നു വന്ന് അത് എത്തിപ്പെട്ടത് ശിവഭഗവാൻ ധ്യാനിച്ചിരുന്ന ഗുഹയുടെ മുന്നിലാണ്. ആ സമയത്ത് നമ്മുടെ ഭഗവാൻ വളരെ മൗന ധ്യാനത്തിലായിരുന്നു. ക്ഷീണം കൊണ്ട് ആ പക്ഷി ഗുഹയുടെ വാതിൽക്കൽ തളർന്നു വീണു. പക്ഷിയുടെ ആ അവസ്ഥ ഭഗവാൻ അറിഞ്ഞ് ഉടൻ തന്നെ ശിവന്റെ ജടയിൽ നിന്നും ഗംഗാജലത്തിൻ്റെ ഒരു തുള്ളി താഴേക്ക് വീണു. ദാഹാർത്തമായ ആ പക്ഷി ആ തീർത്ഥജലം കുടിച്ചു. അല്പസമയത്തിനു ശേഷം ഭഗവാൻ കണ്ണുകൾ തുറന്ന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് അക്ഷതം പക്ഷിയുടെ അടുത്തേക്ക് ഇട്ടുകൊടുത്തു. അത് കഴിച്ചതോടെ പക്ഷിയുടെ ക്ഷീണമെല്ലാം മാറി. അതിശയിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ പക്ഷി പറക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ചിറകുകളിൽ നിന്ന് പ്രത്യേക തിളക്കം വരുന്നുണ്ടായിരുന്നു. ഭഗവാന്റെ സാന്നിധ്യവും അനുഗ്രഹവും കൊണ്ട് അത് മയിൽപ്പീലി പോലെ മനോഹരമായി മാറി. അന്ന് ആ പക്ഷിക്ക് മനസ്സിലായി, താൻ ഇരിക്കുന്ന ഈ സ്ഥലം എത്ര വലിയ പുണ്യഭൂമിയാണ്. വലിയ പൂജകളോ സ്തുതികളോ ഒന്നുമല്ല ഭഗവാൻ നോക്കുന്നത്. പകരം വിശക്കുന്ന ഒരു ജീവന് ദാഹജലമോ ഒരു പിടി അന്നമോ നൽകുന്നതിലാണ് ഏറ്റവും വലിയ ഈശ്വരീയത എന്ന് അത് തിരിച്ചറിഞ്ഞു. അന്നു മുതൽ ആ പക്ഷി കൈലാസത്തിൻ്റെ കാവലായി. ഭഗവാന്റെ മൗനത്തെ തൻ്റെ ചെറിയ പാട്ടുകൾ കൊണ്ട് അലങ്കരിച്ചുകൊണ്ട് അവിടെ തന്നെ കഴിഞ്ഞുകൂടി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഈ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ മറ്റൊരു കഥയുമായി വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അപ്പോൾ കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഓക്കെ, ബൈ ബൈ.